ശ്രീ ജോർജ് ജോസഫ് നോക്കൂ, 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപ വാഗ്ദാനം, 374 കമ്പനികൾ, 2 ദിവസം കൊണ്ടുണ്ടായ ഡെവലപ്മെന്റ് ആണ് എന്ന് പറയുമ്പോഴാണ് നമ്മളെ അത് അതിശയപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് ഇങ്ങനൊരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ഉണ്ടാക്കി ഇമേജ് അത് 2 തരത്തിലാണ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, ഡയറക്ട്ലി തന്നെ കേരളത്തിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ. 2, ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്യാൻ മാത്രം പ്രാമുഖ്യമുള്ള, അതിന് കഴിയുന്ന തരത്തിലൊരു സംസ്ഥാനമായി കേരളം മാറി എന്നൊരു ചിത്രം കൂടിയുണ്ട്. അപ്പോൾ ഈ 2 തരത്തിലും എങ്ങനെ കേരളത്തിന് ഗുണം ചെയ്തു ഈ സമിറ്റ് 2 ദിവസങ്ങളിലായി നടന്നത്? അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളിത് സമാപിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 1.52 ലക്ഷം കോടി രൂപയുടെ താല്പര്യപത്രങ്ങൾ ഇതിനകത്ത് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 374 സ്ഥാപനങ്ങൾ ഈ താല്പര്യപത്രം നൽകാൻ തയ്യാറായിട്ടുണ്ട്. ഏകദേശം വ്യവസായ മന്ത്രി ശ്രീ പി രാജീവിൻ്റെ അദ്ദേഹം നൽകിയ കണക്കുകൾ പ്രകാരം 60,000 പേർക്ക് നേരിട്ട് ജോലി ലഭിക്കുന്ന സംരംഭങ്ങൾ വരുന്നു. അതുപോലെ കൊച്ചി കേന്ദ്രീകരിച്ച് തങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒരു ഹബ്ബായിട്ട് മാറുന്നതിന് ലുലു ഗ്രൂപ്പ് ആലോചിക്കുന്നു. 5,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ കമ്പനികൾ നൽകുന്ന ഈ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് കേരളത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്നതിന് വളരെയധികം പ്രോത്സാഹജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, അതായത് ഈ നമ്മൾ തമിഴ്നാടിനെ പോലെയും ആന്ധ്രയെ പോലെയും തെലങ്കാനയെ പോലെയൊക്കെയുള്ള സംസ്ഥാനങ്ങളെ കണ്ടൊന്നും മനസ്സിലാക്കണം. കാരണം അവിടെ രാഷ്ട്രീയമായ വേർതിരിവ് വളരെ ശക്തമായിട്ടുണ്ട്. DMK അണ്ണാ DMK ഒക്കെ ശക്തമായിട്ട് എതിർക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ സംസ്ഥാനത്തിൻ്റെ വികസന പ്രശ്നങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ താല്പര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ അവർ ഒന്നാവുകയാണ്. അത് ഒരുമിച്ച് നിന്ന് തന്നെ പാർലമെൻറ്റിൽ തന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ 2 കക്ഷികളുടെയും MP-മാർ ഒരുമിച്ച് നിന്ന് തമിഴ്നാടിന് വേണ്ടി ശബ്ദമുയർത്തുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അനുകൂല സാഹചര്യമാണ്. കേരളത്തെ ഷോക്കേസ് ചെയ്യാൻ നമുക്ക് കൃത്യമായിട്ട് കഴിഞ്ഞു. കേരളത്തിന് എന്തെല്ലാം കൊടുക്കാൻ കഴിയും, അതായത് നമ്മൾ പറഞ്ഞു നമുക്ക് 2,000-3,000 ഏക്കർ സ്ഥലം എടുത്ത് തരാൻ കഴിയില്ല, പക്ഷേ നമുക്ക് ഇവിടെ പറ്റിയ ഒരുപാട് വ്യവസായങ്ങൾ, സംരംഭങ്ങൾ ഉണ്ട്. അതിന് കണക്ടിവിറ്റി, നമുക്ക് ശക്തമായിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ, കാലാവസ്ഥ, അനുകൂലമായ കാലാവസ്ഥയുണ്ട്. നല്ല തോതിൽ വിദ്യാഭ്യാസം നേടിയ നൈപുണ്യമുള്ള തൊഴിലാളികളും മറ്റ് ജീവനക്കാരും ഒക്കെ കേരളത്തിനുണ്ട്. അതുപോലെ ഭരണപരമായിട്ടുള്ളൊരു ഈസിനെസ് ഈ സർക്കാരും അതിന് മുമ്പത്തെ സർക്കാരും ഒക്കെ കൊണ്ടുവന്ന നടപടികളുടെ ഫലമായിട്ട് വളരെ വേഗത്തിൽ ക്ലിയറൻസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന അനുകൂലമായൊരു സാഹചര്യമുണ്ട്. നോളജ് ഇക്കോണമിയായി വികസിക്കുന്നതിനുള്ള കേരളത്തിൻ്റെ തന്ത്രങ്ങൾ ഈ നിക്ഷേപകർക്ക് മുമ്പിൽ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. കേരളം ഒരു മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അങ്ങനെ എല്ലാം ഉള്ള കാര്യങ്ങൾ കൃത്യമായി ഷോക്കേസ് ചെയ്യാൻ കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് വേണ്ടത് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പറഞ്ഞ താല്പര്യപത്രത്തെ, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു വളരെ തുടക്കഘട്ടമാണ്, പ്രാരംഭത്തിലുള്ളൊരു കാര്യം മാത്രമാണ്. ആ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഇനി മറ്റ് രീതിയിലേക്ക്, അതായത് താല്പര്യപത്രം എന്നുള്ളത് നമുക്ക് അതിൻ്റെ കോൺട്രാക്റ്റുകളിലേക്കും എക്സിക്യൂഷൻ കരാറുകളിലേക്കും ഒക്കെ വന്ന് അതിവേഗത്തിൽ ഇത് നടപ്പാവുകയും ഒക്കെ ചെയ്യുന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ വലിയൊരു പുരോഗതി, ഒരു കുതിച്ചുചാട്ടം കേരളത്തിന് സമീപ ഭാവിയിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നൊരു സാഹചര്യം കൃത്യമായിട്ട് ഇത് ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങനെ ഷോക്കേസ് ചെയ്യാൻ കേരളത്തെ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. അതിൽ യാതൊരു സംശയത്തിന് ഇടയില്ലാതെ നമുക്ക് പറയാൻ കഴിയും. സമാന രീതിയിലുള്ള ഒരു ഷോക്കേസിങ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പലരും ഇതുപോലെ തന്നെ നടത്തിയിട്ടുണ്ട്. ശ്രീ ജോർജ് ജോസഫ് നോക്കൂ, പക്ഷേ ഇവിടെ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ വസന്തിന് ഉണ്ടാകുന്ന ഒരു സംശയം, ഒരുപക്ഷെ പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ ഉന്നയിക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കാം അത്. ഇതിൽ പലതും വൈറ്റ് പേപ്പർ അനൗൺസ്മെന്റ് മാത്രമായി മാറും എന്നുള്ളത്. ഈ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഇതെങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന ആശങ്ക. പക്ഷേ നോക്കൂ, ഈ സമിറ്റിൽ തന്നെ ഇതിൽ നമ്മൾ മുൻപ്, ഇപ്പോൾ കേരളത്തിന്റെ ചരിത്രം നമുക്കറിയാം, 22 വർഷത്തിനിടയ്ക്ക് 4 സമിറ്റുകൾ, ഇന്ന് 4ാമത്തേതാണ്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ പക്ഷേ ഇതിനെ വ്യത്യസ്തമാക്കുന്നതായി കണ്ടത് ഇപ്പോൾ വ്യവസായ മന്ത്രി അടക്കം മുഴുവൻ സമയവും അവിടെ നിക്ഷേപകരോടൊപ്പം, സംരംഭകരോടൊപ്പം ചെലവഴിക്കുകയാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു സംരംഭകന് ഒരിടത്ത് നിക്ഷേപിക്കാൻ ഇടയാക്കുമ്പോൾ അവനുണ്ടാകുന്ന സംശയങ്ങൾ അത് അവിടുത്തെ വ്യവസായ മന്ത്രി നേരിട്ട് ലഘൂകരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കടമ്പകളും സംശയങ്ങളും
കടന്നാകണം അവർ ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു ധാരണയിലേക്ക് എത്തിയത്. അപ്പോൾ ഇനി അതിനപ്പുറം ഇത് എങ്ങനെ നടപ്പിലാകുമെന്നത് ആ നിലയിൽ സാങ്കേതികമായ ഒരു സംശയം അത് ബാക്കി നിർത്തുന്നുണ്ടോ? അതിനുള്ളൊരു ഇട തന്നെയുണ്ടോ, സാഹചര്യമുണ്ടോ? അല്ല, അത് സ്വാഭാവികമായിട്ടും മുമ്പത്തെ നമ്മുടെ ചില സമ്മിറ്റുകളുടെ കാര്യത്തിലുണ്ടായിട്ടുള്ളൊരു സാഹചര്യങ്ങളാണ് ആ സംശയത്തിലേക്ക് വരാൻ വഴിയൊരുക്കിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ 374 താല്പര്യപത്ര എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഒരു വലിയ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരണം എന്ന് നമുക്ക് നിർബന്ധ ബുദ്ധി പിടിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇനി ഇപ്പോൾ താല്പര്യപത്രം പ്രകടിപ്പിച്ചു ഞങ്ങളിങ്ങനെ, അപ്പോൾ അതിനകത്ത് ക്ലാരിഫിക്കേഷൻസും എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് വ്യവസായ മന്ത്രി നേരിട്ട് തന്നെ അവരോട് സംവദിച്ചുകൊണ്ട് കാര്യങ്ങൾ ഓപ്പണായിട്ട് ഒരു ഇൻട്രാക്ഷനിലൂടെ അത് കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് മിക്കവാറും നമുക്ക് ഈ താല്പര്യപത്രങ്ങളെ കൂടുതൽ അത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഒരു പ്രായോഗിക പദത്തിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് ഈ മാറിയ ഒരു സാഹചര്യം. ഞാൻ മുൻ സമ്മിറ്റുകൾ പലതും നേരിട്ട് കണ്ട ഒരാളെന്നുള്ള നിലയിൽ ആ സമ്മിറ്റുകളിൽ നിന്ന് ഈ സമ്മിറ്റിൽ നിന്ന് വ്യത്യാസം എന്ന് പറയുന്നത് അതിൽ നിന്ന് നമുക്ക് വലിയൊരു വ്യത്യാസം കേരളത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു കാര്യം, ഒരു മെസ്സേജ് തന്നെ കേരളം കൊടുക്കുന്നത് ആലോചിക്കുക. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അതൊരു തർക്ക വിഷയമാണ് എങ്കിലും നമ്മൾ പറയണം, നമ്മൾ ടോപ്പ് അച്ചീവർ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് നമ്മൾ മാറിയിരിക്കുന്നു എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് ഈ പറഞ്ഞ നിക്ഷേപകരിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കൊടുക്കാൻ കഴിയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായി നമുക്ക് സ്ഥലമില്ലെങ്കിലും എന്താണോ വേണ്ടത് ആ സ്ഥലം ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലം നൽകാൻ തയ്യാറാണ്. അതിന് ലാൻഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായി. പിന്നെ മറ്റു രീതിയിൽ ഈ ഭരണപരമായ കുരുക്കുകൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അത് ഇവിടെ നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് തേയുന്ന അവസ്ഥയാവും, വ്യവസായി ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ലേബർ മിലിറ്റൻസി ഉണ്ട്, തൊഴിലാളി യൂണിയനുമായിട്ട് തർക്കവും അതിൻ്റെ പ്രശ്നങ്ങളിലേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം അഴിച്ചു കൊടുക്കുന്നു. നിങ്ങളിവിടെ വന്നാൽ മതി, എല്ലാം നിങ്ങൾക്ക് കൃത്യമായ ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസിലൂടെ എല്ലാം കിട്ടുന്ന നിലയിലേക്ക്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ആലോചിക്കുക, പഞ്ചായത്ത് തലത്തിൽ കൊടുക്കുന്ന ഇത് കാറ്റഗറി എയിൽ പെടുന്ന കാറ്റഗറി 1 വരുന്ന വ്യവസായങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ അനുമതി ആവശ്യമില്ല. കൃത്യമായൊരു തീരുമാനമാണ്, വളരെ എഫക്റ്റീവായിട്ടുള്ള. കാരണം നമ്മുടെ ഈ വ്യവസായ സമൂഹം ഒന്നടങ്കം വളരെ സ്വാഗതം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവർക്ക് പലപ്പോഴും ഈ താഴെ പഞ്ചായത്ത് തലത്തിൽ പോയിട്ടാണ് ഈ സംവദിക്കേണ്ടി വരുമ്പോൾ ഈ പ്രശ്നം വരുന്നത്. അതിനവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്ന്, ആ തലങ്ങളിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള വിജ്ഞാനമോ അല്ലെങ്കിൽ ഇതെന്താണ് സംഭവം എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ടെക്നിക്കൽ നോഹവും മറ്ററിവുകളും ഉണ്ടാവണമെന്നില്ല. പിന്നെ പല രീതിയിലും അവർ സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യതകളും വരുന്നു. അതെല്ലാം രീതിയിൽ ആ ഒരു വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് കുരുക്കുകൾ അഴിക്കുക, ലാൻഡ് കൊടുക്കാൻ തയ്യാറാവുക, പിന്നെ അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള എല്ലാ ക്ലിയറൻസുകളും വേഗം കൊടുക്കുക. ഇതെല്ലാം വരുമ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രം ഉണ്ടാകുമെന്നാണ് ഞാൻ ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 374 എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിൻ്റെ നടപ്പാക്കലിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അത് അതുപോലെ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു 300 വരികയാണ്, മേജറായിട്ട് 250 275 ഇത് വരികയാണെങ്കിൽ അതുണ്ടാക്കാവുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. തീർച്ചയായും